എന്തായിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എപ്പിസോഡിലേക്ക് സ്വാഗതം. അവിടെ ഭക്ഷണം അപ്പൊ ഞാൻ തന്നെ കുറച്ചു നേരം നിന്ന് ഇതൊക്കെ കുക്ക് ചെയ്തു. കുക്ക് ചെയ്തേ ഉള്ളൂ. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പോയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അങ്ങേ എപ്പിസോഡ് ഞാൻ പറഞ്ഞ കണക്ക് ഇന്ന് നമുക്ക് പെട്ടെന്ന് നെതറി കയറണം. നെതറി കയറാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വില്ലേജസിനെ കൊണ്ടുപോയി പറന്ന് പറന്ന് നടക്കണം. എന്നാലും പറ്റുള്ളൂ. പറന്ന് പോകണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു അറ്റ ഇത് ലാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഹാപ്പി ഗസ്. ഓക്കെ, മറ്റേ സുന്ദരകുട്ടനെ അവസാനം ഞാൻ ഇന്നലെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ എന്റെ കയ്യില് ഇനി നമുക്കൊരു 3 അയണോട് വേണം. അയൺ സ്മെൽറ്റ് ചെയ്തത് കാണും. അപ്പൊ ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് താഴോട്ട് പോയി ഒരു 3 ഡയമണ്ട് വെച്ച് മറ്റേ ക്രിസ്റ്റോ അല്ലോ മറ്റേ പേര് മറ്റേ ഒക്സീഡിയൻ ഉണ്ടാകും. ഇതൊക്കെ വെച്ചു. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പരിപാടി. വെച്ചോ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. ഇന്നലെയൊക്കെ ഞാൻ കഷ്ടിക്കാൻ വീഡിയോ ഇട്ടു. ഇന്നലെ ഏകദേശം 10:45 ആയപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടു. പറ്റിങ്ങളൊക്കെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് റെക്കോർഡ് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. അവിടെ നല്ല നമ്മൾ പോകാം. ഓ ദാദാ ദാദാ പകലായിട്ട് അവൻ ഇറക്കി നടക്കും. കൂളിപ്പടാ ഭൂഷണമാണോ? അയ്യോ, ഞാൻ എടുത്ത വഴിക്ക് ഞാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഒരു ചാവയൊക്കെ ചെയ്തു. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ ഈ വെള്ളത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താഴെ പോകാനാണ്. താഴെ പോകാൻ വേറെ നിവർത്തിയില്ല. ടോർച്ച് എടുത്തില്ല. റെക്ടിഫൈഡ് ആക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വെള്ളം അടിക്കുക. അപ്പൊ എല്ലായിടത്തുനിന്നും പോയിട്ട് വരാനുണ്ട്. ഇവിടെ താഴെ തന്നെ എന്തൊക്കെയോ ഞാൻ കാണുന്നു കുത്തുകളെ. Fishing into the black. Agat kausinu miri flak 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 flak. ഇതെങ്ങോട്ടാ വിളിച്ചു പോകുന്നത്? അയൺ പിക്കാക്സ്. പിന്നെ ഞാൻ എന്തേലും ഞാൻ മേലോട്ട് പോകും. ഞാൻ പോകുന്നു ബേബി. അയൺ പിക്കാക്സ് എടുക്കാതെ മൈനിങ്ങിൽ വന്ന ഞാനാണ് എന്റെ ഹീറോ. അപ്പൊ അയൺ പിക്കാക്സ് ഇതുമായിട്ട് ഉണ്ടാക്കില്ലല്ലേ നമ്മള്. അപ്പൊ നമുക്ക് അതുകൂടെ ചെയ്യണം. വീട്ടിലെത്തി ഇനി നിരങ്ങി നിരങ്ങി അങ്ങ് എത്താനാണ് പാട്. റെക്കോർഡ് പോസ്റ്റ് ചെയ്യാനും വയ്യ. അയ്യോ, എന്താ? ഓ, സ്കെൽട്ടൻ മാറി. ഓ, നൈറ്റ് ആവാൻ പോകുന്നല്ലേ? പിന്നെ എന്റെ ഡോഗീഷ് ബൈക്ക് ആരും പേരിട്ടില്ല. ഇപ്പൊ ഡോഗീഷ് ബൈക്ക് എന്നോട് ഞാൻ നോക്കട്ടെ, ഒരു നല്ലൊരു കമന്റ് വരും. പിന്നെ നമുക്ക് ആ പേര് തന്നെ ഇടാം. ഇതിലൊരു കമന്റ്സ് ഒന്നും വന്നില്ല. കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് എന്തെങ്കിലും ഒക്കെ ടൈപ്പ് ചെയ്തിടാം. എന്റെ ഡോഗിന് ഇപ്പൊ പകരുന്നില്ല. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞും പോയി നിങ്ങളുടെ അടുത്ത് ഞാൻ നല്ലൊരു പേര് കമന്റ് ചെയ്യും. പിന്നെ എല്ലാ സീസണിലും ആ പേരായിരിക്കും നമ്മുടെ ഡോഗീഷ് ബൈക്ക് ഇടുന്നത്. ഇല്ലേടി കുട്ടി കളിക്കുന്നു ഇരിക്കണമെങ്കിൽ. പിന്നെ റിയൽ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും പെറ്റിനെ വളർത്തുന്നുണ്ടോ ഗേസ്? ഞാൻ വളർത്തുന്നുണ്ട്. അല്ല, എന്നെ വളർത്തുന്നുണ്ട് എന്റെ അമ്മയെ അച്ഛൻ. അല്ല, ഞാൻ എന്താ പറയാ. ഓക്കെ, അപ്പൊ വന്നെന്തിനാ ഇപ്പം ഹാൻഡിക്കാപ്പ് ഒരു ഹാൻഡിക്കാപ്സും കൂടി ഉണ്ടാക്കി ബാക്കി ഇതിനകത്തിക്കട്ടെ. കൂടെ ഇതിനകത്ത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാന് താഴെ ഗുഹയിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇട്ടിട്ടേക്കാം. ഞാൻ അവിടുന്ന് മറ്റേ റെസ്റ്റോറന്റ് മാനേജ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. കാര്യം നമ്മള് ഒരാവശ്യം ഒരു പണിക്ക് ഇറങ്ങുമ്പോഴേക്കും പിന്നെ റെസ്റ്റോറും കാണത്തില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നത്. പിന്നെ അതും തപ്പി പോണം. അപ്പൊ അതിനെക്കാട്ടി നല്ലത് നമ്മൾ റെസ്റ്റോറന്റ് ഇപ്പോഴേ ഒപ്പിച്ച് വെക്കുന്നതാണ്. കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചേക്കാം. പിന്നെ ഗോൾഡ് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഗോൾഡിന്റെ ആവശ്യം നമുക്ക് വലുതായിട്ടില്ല. പിന്നെ കഴിഞ്ഞ സീസണിൽ ഗോൾഡ് ഫാമൊക്കെ ഒരു ബ്രോ കെട്ടാൻ വന്നത്. സോറി ബ്രോ, നമുക്ക് കഴിഞ്ഞ സീസൺ എനിക്ക് കുറച്ച് അത്യാവശ്യങ്ങൾ കാരണമാണ് ഞാൻ പെട്ടെന്ന് സീസൺ നിർത്തിയത്. ഈ സീസൺ പറ്റുന്നതൊക്കെ ഞാൻ ശ്രമിക്കാതെ പറയത്തുള്ളൂ. കാര്യം എനിക്ക് എന്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്റേതായ തിരക്കുകളുണ്ട്. ഞാൻ മനുഷ്യനാണ്. അപ്പൊ എനിക്ക് വേണ്ട ആണല്ലോ. അയണൊക്കെ ഇരിക്കും. അയൺ കൊണ്ട് അയണൊക്കെ നമുക്ക് ഇത് ചെയ്യും. ഇത് റെയിലാണോ? റെയിലാണ്. ഇപ്പൊ ഡയമണ്ട് ഹാപ്പി ഹാപ്പി ഹാപ്പി. ഫസ്റ്റ് ഡയമണ്ട് ആണ് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നത്. രണ്ടെണ്ണേ ഉള്ളൂ. പിന്നെ അടുത്ത ഒരെണ്ണത്തിന് ഞാൻ പറയും. ഓക്കെ ഓക്കെ, രണ്ടെണ്ണേ ഉള്ളൂ. തൽക്കാലം ഇത്രയും മതി. ഫസ്റ്റ് നമ്മൾ വലിയ ബിൽഡ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പോകുന്നു.
ഉം. ഗുഹ ആറ്റി നോക്കിയിട്ട് ഗുഹ കിട്ടിയതാണ് നമുക്ക് ഒരു പേര്. ഇവിടെ നിന്നല്ലേ ഞാൻ വന്നത്. ഇന്ന് എന്നെ വിട്ടേരെ, എനിക്ക് നിന്നെ ഒന്ന് കൊന്നിട്ട് ഒരു പ്രോട്ടം വെച്ചിട്ട്. അയ്യോ, രണ്ടുപേരും രണ്ടുപേരും ഇപ്പൊ ചത്തേ. ആ, കുറച്ചുകൂടെ ഡയമണ്ട് കിട്ടിയിരുന്നെങ്കിൽ രണ്ടെണ്ണം കിട്ടി. ഞാൻ ഇപ്പൊ എത്ര കയ്യിലെല്ലാം എത്ര? 38 ഞാൻ കിട്ടി കാര്യം. കുറച്ചുകൂടി ഡയമണ്ട് കാണാൻ. എടാ എന്തിനാണ് നീയൊക്കെ എന്നെ തിരക്കി വരുന്നത്? എന്നെ ജീവിക്കാൻ വിടണോ നായി? എന്നെ ജീവിക്കാൻ വിടും നീ തിരികെ. ഞാൻ തിരക്കി ഇങ്ങനെ വരും. ഈ സ്റ്റൈല് പോ 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 പോ. ഫു. ഇങ്ങനെയൊന്നും വന്നിട്ട് ഒന്നും കിട്ടാൻ പോകില്ല. പിന്നെ ഞാൻ ഇതിനെ കൊല്ലണം. എടാ പോടാ, എന്നെ വിട്ടേരാ. ഞാൻ വരില്ല, പോ. നീ ഇതിനെ കൊല്ലാൻ പോലും മതി. ചുമ്മാ എന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ. വല്ല സ്കെൽട്ടൻ വല്ല പറയുന്നത് പിന്നെ ഓക്കെ. സ്കെൽട്ടൻ പ്രത്യക്ഷപ്പെട്ടു. സ്കെൽട്ടൻ ആയാലും ഞാൻ വിടും. 2 ഡയമണ്ട് ആയോടാ കറക്റ്റ്. എന്റെ കഷ്ടകാലം നോക്കണത് ഒരെണ്ണോടെ മതിയായതാ കറക്റ്റ് ഒരെണ്ണം. മൈനിങ്ങിന് പോയെങ്കിൽ വയ്യണം. ഞാൻ നിങ്ങളത് പറയുകയും ചെയ്തു. ഞാൻ അപ്പഴേ തോന്നി ഇത്ര പെട്ടെന്ന് ഡയമണ്ട് കിട്ടി എന്തോ ഒരു നിഗൂഢതമുണ്ട്. ഉം. മറ്റേ അയൺ പോലെ ഡയമണ്ട് കിട്ടുന്ന അതിന്റെ വാല്യൂ മനസ്സിലായി. ഓരോന്നിനും ഓരോ വാല്യൂ. ആ ഇത് മറ്റേതാണ്. വെയിൻ വെയിൻ അറിയോ അങ്ങനെ എന്തോ ഉണ്ട്. ആ, കിട്ടി 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 കിട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഡയമണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതാണ്. മറ്റേ കിട്ടിയപ്പോ കുറെ കിട്ടിയത്. 5 ഇനിയിപ്പോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക്. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മതി. എനിക്ക് ഇത്ര ഡയമണ്ടിന്റെ ആവശ്യമുള്ളൂ. ഇനി എനിക്ക് വേണ്ട ലാഭപ്പുള്ളാണ്. ഞാൻ ഇതൊക്കെ കൊണ്ടൊന്ന് വീട് എത്തിക്കട്ടെ. ആ, അങ്ങനെ ഞാൻ വീടെത്തിയിട്ടുണ്ട്. ഓക്കെ, 5 കൊണ്ട് ഞാൻ വീടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ എവിടെയോ ഒരു ലാഭപ്പൂൾ നമ്മൾ വേൾഡ് സ്റ്റാർട്ടിങ്ങിന് കണ്ടു. അപ്പൊ അങ്ങോട്ടൊന്ന് പോണം. അപ്പൊ ഞാൻ എന്തായാലും എന്റെ കോർഡിനേറ്റ് ഒന്ന് ചാറ്റ് ഇട്ടേക്കാം. കോർഡിനേറ്റ് വരുമ്പോ മൈനസ് 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 455 പിന്നെ 60. ഓക്കെ, പിന്നെ ഇതും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണം. അതിന് മുന്നേ എനിക്ക് ഡയമണ്ട് പിക്കാക്സ് വന്നില്ല. പാറക്കൽ തറവാട്ടിലെ ഒരാട്. അത് കൊള്ളാല്ലേ സാധനം. പക്ഷെ അവിടെ ഓക്കെ, നമ്മൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പിക്കാക്സ് വന്നു. ഏഹ് അതൊന്നും അഡ്വാൻറ്റേജ് വരാത്തത്. ഞാൻ അന്ന് ഏകദേശം മൈൻഡ് പക്ഷെ പിക്കാക്സ് ഉണ്ടാക്കുമ്പോൾ ഒന്നും വരത്തില്ല. വെയിറ്റ്. അതാണ് പിക്കാക്സ് ഉണ്ടാക്കിയൊന്നും വരത്തില്ല. ഉണ്മയല്ല. ഞാൻ അതാണ് ആലോചിച്ചത്. അല്ലെങ്കിൽ നല്ല ആൾക്കാർ പറയും ഞാൻ ചീറ്റാണെന്ന് പറയും. ഓ ലാഗ് 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 ലാഗ്. ഓക്കെ, നമുക്കിനി നമുക്ക് നേരെ ലവർ പൂള് കണ്ടുപിടിക്കണം. ലവർ പൂള് എവിടെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ അങ്ങ് പോകുമ്പോ ഇവിടെ എവിടെയോ ഒരു ലവർ പൂള്. ഈ വെള്ളം എടുക്കാതെ പോകുമ്പോ റൈഡ് മരം ഒന്നാലും സീനില്ലടാ. എന്റെ അടുത്തൊന്നും വില്ലേജേഴ്സ് ഇല്ല. പെട്ടെന്ന് ഞാൻ കുറെ ആവശ്യമില്ലാത്ത കുറെ പ്രോമിസുകൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ തന്നെ എന്തുമാത്രം പ്രോമിസ് ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, വലിയ ഗോൾഡ് ഫാം ആക്കും, ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 20ാമത്തെ എപ്പിസോഡിൽ വെള്ളം നിർത്തി. മനസ്സിലായില്ലേ? അത് ഭയങ്കര മോശമായി പോയെന്ന് എനിക്ക് തന്നെ തോന്നി. എന്നെ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഒരു പുച്ഛം തോന്നി. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞൊക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്റെ ബാക്കപ്പ് പോലും ഇല്ല. എന്റെ ഫസ്റ്റ് കേസ് എന്റെ അതിന്റെ ബാക്കപ്പ് പോലും ഇല്ല. ഇവിടെ ഞാൻ ജസ്റ്റ് ചെയ്ത് വെച്ചു. എന്റെ ഫസ്റ്റ് ബേസ് വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണ്ടാ.
അങ്ങോട്ട് എങ്ങനെ ഞാൻ എത്തുന്നാണ് ഞാൻ ആലോചിക്കാം. പിന്നെന്താ എനിക്ക് നിങ്ങളുടെ എന്തെങ്കിലും കൊണയടിച്ചുകൊണ്ടിരിക്കണോ? പിന്നെന്താണ്? പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ രണ്ട് വീഡിയോസ് എനിക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് വന്നു. പക്ഷെ ഇന്നലെ ഇട്ട ആ ഒരു താമസിച്ച വീഡിയോക്ക് നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് എന്താ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് തന്നെ ലക്ഷ്യമുണ്ടായിരുന്നു. ആരെന്നെ സപ്പോർട്ട് ചെയ്ത് എടാ കോഴി എടാ പറയണത് ഇപ്പൊ നെയിം ടാഗ് നമുക്ക് പുതിയത് ഉണ്ടാക്കാൻ പറ്റൂല്ലേ? എടാ അത് നീലമുട്ട. ആ നമുക്ക് ബ്ലൂ എഗ് എഗ് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബ്ലൂ കയറി എന്തെങ്കിലും വരുമോ? ഓ എനിക്കാടാ ഇതോ വില്ലേജ്. എടാ നൈറ്റ് ആവോ ഇപ്പം? ബെഡും ഇല്ല എന്റെ കയ്യിൽ. പേടിയാവുന്നത് അതുകൊണ്ട് സ്പില്ലിലുണ്ട്. ഭൂമിയെ ഒരു നിവർത്തിയില്ല. മുറ്റിപ്പേനായിരുന്നു അങ്ങനെയെങ്കിലും ചെയ്യാം. അതുപോലെ അവിടെ ഉണ്ട് ലാവപ്പൂ. എന്ത് ചെയ്യണം നമ്മള്? എടുക്കണം. വലിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് നൈറ്റ് കുഴിക്കകത്ത് ഇറങ്ങി അതാണ് കുഴിക്കകത്ത് ഇറങ്ങി ചെയ്യുക. അതാണ് അത്രയേ ഉള്ളു. നമ്മൾ കുഴിക്കകത്ത് ഇറങ്ങിയിരിക്കും. അങ്ങോട്ട് പോകും. ഈ വീടിന് പുറത്തൊക്കെ ആൾക്കാർ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ ഹെഡ്സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊന്നും കേൾക്കത്തില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് ഉറക്കെ സംസാരിക്കും. ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് ചെറുക്കിന് കട്ടായാന്ന്. ആ, ഓ ലാവ് ലാവ് കാര്യം പറ്റുന്നതൊക്കെ ഇപ്പൊ തന്നെ കളക്ട് ചെയ്യാം. കുറച്ച് മതി എനിക്ക് വലിയ ആർത്തിയില്ല. 10 എണ്ണം തന്നെ തരാം. നമുക്ക് എത്ര മതിയോ ബാക്കി നമുക്ക് തന്നെ ആവശ്യം. ഇനി എത്ര മണിക്കൂർ എടുക്കുമെന്നാണ് അറിയാൻ വയ്യത്. നല്ല ടൈം എടുക്കൂടാ. ഞാൻ ഡബ്ല്യൂ എന്ന് പറയുന്നത് ഇത്രയും നേരം ഇ ആണ് ഇപ്പോൾ. എന്തായാലും 10 എണ്ണം ഞാൻ കളക്ട് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ update ചെയ്യാം. കുറുക്കൻ ഞാൻ 10 എണ്ണം കണ്ടുപിടിച്ചു. നമുക്ക് ഒന്നെങ്കിൽ നേരെ വീട്ടിലോട്ട് ഓടാം. ഇവിടെ എത്ര കുറെ ദൂരം ഉണ്ടെന്ന് എനിക്ക് ഒരു കാര്യമുണ്ട് ഉറപ്പാണ്. ഓ ഓക്കെ ഓക്കെ എനിക്ക് പേടിയാവുന്നുണ്ട്. അതാ ഞാൻ ചാവുന്ന കഴിഞ്ഞ് ഞാൻ അപ്പോഴും പോയി കയറി. എനിക്ക് റിസ്ക് ആക്കി. എന്നാലും എനിക്ക് റിസ്ക് ഇല്ല റിസ്ക് മാതിരി എന്നാലും നമുക്കത് വേണം. ഒരു 3 ഷീപ്പും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഒക്സിജൻ എടുത്തു കുറച്ച്. 3 ഷീപ്പിനായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്കൊരു കാര്യം അറിയാം. ഈ ഈ മലയുടെ താഴ്വാരം വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്റെ തിരിച്ചെന്റെ ബേസിലെത്താൻ കറങ്ങിയാൽ മതി മല. കോർഡിനേറ്റ് നോക്കാനുള്ള ആവശ്യമൊക്കെ പെട്ടെന്ന് നല്ല ഫുഡ് ഫോർത്ത് ചോപ്പും 23 സംതിങ് ബീഫൊക്കെ ഇരിപ്പുണ്ട്. ഓ ബ്രോ വിട്ടേരെ ബ്രോ അണ്ണ ഓടിക്കോ. ഇവിടെ എന്റെ ബേസ് ഓൾഡ് ബേസ് കയറി ആണെങ്കിൽ ഇരിക്കും. ഓ ഈ വയ്യാവേലികളല്ലേ എന്റെ വകയിൽ എങ്ങനെ വരുന്ന വെച്ചാനേ. ഓ ഇതിനകത്തുള്ള കൃഷ്ണാകൃഷ്ണാവോ കൃഷ്ണാവോ പാളച്ച പരിചയം. എവിടെയാടാ ഇവന്റെ ബേസ് എവിടെ? ഓക്കെ ഞാൻ കേട്ടു. എനിക്ക് അവരുടെ മനെ എനിക്ക് ഗോ സ്പീഡ്. ഐ ഗോ ഹോം കിട്ടുന്ന ബോട്ട് പഠിക്കലിന് വച്ചാനേ ചാമച്ചതോ ഫോൺ. അതാ അവിടെ ആരും കാണാതെ ഓടി എന്റെ ബേസിനകത്ത് കയറി. എന്നെ വിട്ടേരെ മച്ചാ ഞാൻ ഇല്ല മച്ചാണ് ഓടെ വെട്ടം പോയില്ല ഇവിടെ. അവനെ അടി എന്നെ അടിക്കില്ല പ്ലീസ്. അവനെ അടിക്കില്ല പ്ലീസ് അവനെ അടി. ഇതെന്താ എന്റെ വീട് ഇവിടെ? അതുപോലെ അവിടെ ആയിരുന്നു എന്റെ വീട്. ഇല്ല ഇല്ല ഓടി 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 ഓടി. ഓ എന്താ മോബ് ഫാമോ?
വാട്ട് ഈസ് ദാറ്റ് ബ്രദർ? കൊച്ചുപിള്ളേരാണ് ചാനലോ പിന്നെ അവിടെ ഹാർട്ട് അറ്റാക്ക് ഇടി വെട്ടിന്റെ തൂമ്മേ കുരു ഒളിച്ചു പോ വെള്ളത്തിലടി ദുരന്തർ കണക്ക് ഇത് പാകിസ്ഥാനിലേക്ക് കയറി അപ്പൊ വീട്ടിൽ കേറിക്കോ മച്ചാനീ ആരും ഓക്കെ ഞാൻ നേരെ വിളിപ്പിച്ചോട്ടു എന്നിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ആക്കാം. ഞാൻ എന്തായാലും മണ്ടേ ഇങ്ങോട്ട് താഴോട്ട് കുഴിച്ചു വന്ന് കിടന്നുറങ്ങി. ഇല്ലാതെ എനിക്ക് അവന്മാരെ ക്ലിയർ ചെയ്യാനൊന്നും ഇറങ്ങാൻ വയ്യ. ഞാൻ പേടിത്തൊണ്ടാണ്, എനിക്ക് അറിയാം ഞാൻ ഒരു പേടിത്തൊണ്ടാണ്. ഇത്രയും വലിയ ധൈര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ താഴോട്ട് എന്റെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ താഴെ വന്ന് കിടന്നുറങ്ങി. എന്റെ ബെഡ് തിരിച്ചിട്ട് റിസ്മോ സെറ്റേക്ക് ഇവിടെ കുറെ ക്രീപ്പർ അപ്പൊ ഇന്നിങ്ങനെ ഒരിക്കൽ ഒരു വട്ടം ചെയ്തതാണ് ഞാൻ ചത്തത്. ഉം. അത് നമ്മളത് എടാ ഇവൻ ഇന്നലെ രാത്രി എന്നെ കൊന്നേ പറ്റുമായിരുന്നല്ലേ? നിനക്കെന്നെ ഇന്നലെ കൊന്നേ പറ്റുള്ളൂ വൃത്തിയിട്ടത് എൻട്രമാൻ. ഇവിടെ നോക്കി ഞാൻ വേണ്ട 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 വേണ്ട. ഇപ്പൊ അടുത്ത വള്ളിയും പിടിച്ചോണ്ട് ഞാൻ നിന്നെ. ഓക്കെ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഈ ഒരു സാധനം കൂടെ ഉണ്ടാക്കിയേക്കാം. ഞാൻ എന്തായാലും ഇങ്ങോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന്. ഓക്കെ, ഫ്ലിന്റ് ഉണ്ട് ഇല്ലല്ലേ മുത്തേ? ഗ്രാവൽ ഉണ്ടോ എൻ്റെ കയ്യിൽ? ഗ്രാവൽ ഉണ്ട്. അപ്പൊ എന്തായാലും ഇനി ഒരു ഗ്രാവലിനോട് ഓടാം എന്നാണ് പറഞ്ഞു കേട്ടു. ഇല്ല, ഓടാനുള്ള ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ നോക്കി ഒരു വള്ളി പിടിക്കണം. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ കുറച്ചുകൂടെ അതൊക്കെ വലുതാക്കി കുറെ കാര്യങ്ങൾ ചെയ്തു. വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ച് ഇങ്ങനെ വെച്ച് പൊട്ടിച്ച് ഇങ്ങനെ വെച്ച് പൊട്ടിച്ച് വാടയൊന്ന് വാമ. എടാ ഇത് എന്തിന് ഇങ്ങനെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാം. ഓക്കെ, അവൻ അതും കിട്ടി. പെട്ടെന്ന് പെട്ടെന്ന് സമയമില്ലോട്ടു. തന്നെ സ്റ്റീല് ഒരു ക്ലിക്ക്. ഓക്കെ, നെതറിലോട്ടൊന്ന് കയറി നോക്കാം നമുക്ക് ഫസ്റ്റ്. സോഴ്സ് ആൻഡ് വേലയായിരിക്കണേ, സോഴ്സ് ആൻഡ് വേലയായിരിക്കണേ, സോഴ്സ് ആൻഡ് വേലയായിരിക്കണേ പ്ലീസ്. സോഴ്സ് ആൻഡ് തല ഇറങ്ങുന്നു എനിക്ക്, ഇത് പെട്ടെന്ന് പോകും. എടാ എന്റെ ഇത് അടുത്തൊന്നുമില്ല. എന്തായാലും നമുക്ക് മിക്കവാറും ഈ ഒരു ഒബ്സിഡിയം പൊട്ടിച്ചെടുത്തിട്ട് വേറെ വേറെ സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോയിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ സീനില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നിങ്ങളെ പോയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാൻ നോക്ക്. ഞാൻ നാളെ തന്നെ വീഡിയോ ഇടാൻ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വീഡിയോ ഇടാൻ നോക്കാം. ടാറ്റ.